നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യമായിട്ടും എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഒത്തൻറ്റിക് ആയിട്ടുള്ള കപ്പ ബിരിയാണി അല്ലെങ്കിലും തട്ടിക്കൂട്ട് കപ്പ ബിരിയാണി നമ്മുടെ കയ്യിൽ എല്ലും കപ്പയൊന്നുമില്ല. അപ്പോൾ ഫ്രോസൺ കപ്പ എടുത്തു, ഫ്രോസൺ ബീഫ് എടുത്തു. ഇത് വെച്ച് നമുക്കൊരു കപ്പ ബിരിയാണി റെഡിയാക്കാം. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂട്ടത്തിൽ ഇന്ന് ചേട്ടനും കൂടിയിട്ടുണ്ടേ. ഉള്ളിയൊക്കെ പൊളിച്ച് തരാമെന്നും പറഞ്ഞ് വന്ന് നിൽപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫുള്ള് കോമഡി അടിയുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. സാരമില്ല, ഒന്നും നിങ്ങളെ കേൾപ്പിക്കുന്നില്ല, പോട്ടെ. പിന്നെ ഇതേ കപ്പ ഏകദേശം കുക്കായി. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഫ്രോസൺ ബീഫ് എടുത്ത്, അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തിട്ടില്ല. നമ്മൾ പിന്നെ കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതാക്കാം. ബീഫ് ഇട്ടു, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, പിന്നെന്താ കുറച്ച് വെള്ളം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇളക്കുക. ഇളക്കി കുക്കർ അടയ്ക്കുക. നേരെ വിസിലടിക്കുക. ബീഫ് വേഗമുള്ള വിസിൽ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, അത് റെഡിയാക്കുക. പിന്നെ ചട്ടി എടുത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം അതൊക്കെ ചതച്ചത്, കറിവേപ്പില, കുറച്ച് കുഞ്ഞുള്ളി ഇട്ട് ഫസ്റ്റ് ഒന്ന് വഴറ്റുക. അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും കുറച്ച് സവോള ഇട്ട് കൊടുത്തു. ഇതൊന്നും ശരിക്കുള്ള ഒതൻറ്റിക് റെസിപ്പി ആയിരിക്കുമല്ലോ കേട്ടോ, എന്നാലും എൻ്റെ വേവിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്, അത് നിങ്ങളെ കാണിച്ചു. സവോളയൊക്കെ വഴഞ്ഞു വന്നപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല വീണ്ടും ഇളക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മുടെ ബീഫ് കുക്ക് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ ബീഫൊന്ന് മസാലയിൽ കിടന്നൊന്ന് കുറച്ച് നേരം തിളക്കട്ടെ. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കപ്പ ഇട്ട് കൊടുക്കുക. ഈ കപ്പ ഇതിനകത്ത് ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. അതായത് കപ്പയൊക്കെ കുറച്ച് നല്ല പോലെ ഉടയണം. ഇനി എന്താ ഫൈനൽ സ്റ്റേജായിട്ട് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കറിവേപ്പില. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം കുറച്ച് നേരം. കഴിഞ്ഞിട്ട് ഇങ്ങനെ കോരിയെടുത്ത് കുറച്ച് സവോളയും കൂടി ഇട്ട് തിന്ന അടിപൊളി. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ആ അടിപൊളി സാധനം. അങ്ങനെയുണ്ട്, സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യമായിട്ടും എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കുഞ്ഞി എങ്ങനെയുണ്ട്? സൂപ്പർ.